എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സീറോ വരുന്ന രീതിയിൽ 0, 2, 5, 6 ഈ 4 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 4 അക്ക സംഖ്യകളുടെ എണ്ണം. അപ്പൊ സീറോ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ 0 എന്ന് പറഞ്ഞ നമ്പർ തുടക്കത്തിൽ എഴുതി കഴിഞ്ഞാൽ അതൊരു 4 അക്ക സംഖ്യ ആവോ? ഇല്ല. തുടക്കത്തിൽ എഴുതുന്ന സീറോയ്ക്ക് വിലയില്ല. ഇത് എന്തിനു തന്നെ ഈക്വലാ മക്കളെ? 256 ഈക്വലാ. അപ്പൊ അതെന്തായി മാറും? 3 അക്ക സംഖ്യ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു പൊസിഷനിൽ സീറോ എഴുതാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള 2, 5, 6 ഈ 3 നമ്പേഴ്സിന് മാത്രമേ ഇവിടെ സാധ്യതയുള്ളൂ. വേണമെങ്കിൽ എനിക്ക് 2 കൊടുക്കാം, അല്ലെങ്കിൽ 5 കൊടുക്കാം, അല്ലെങ്കിൽ 6 കൊടുക്കാം. അപ്പൊ ഈ 3 നമ്പേഴ്സ് ആണ്, അതായത് 3 ചാൻസേ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ തൽക്കാലം അതിൽ 2 എടുത്തു, എന്നിട്ട് 2 എട്ടി. ഇനി എന്തെങ്കിലും ബാക്കി ആരൊക്കെ ഉണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, നേരത്തെ മാറ്റി വെച്ച 0 ഉണ്ട്. 0 എനിക്ക് ഇവിടെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, ഇവിടെ 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 എവിടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ആ 0 കൂടി കൊടുത്തു. എന്നിട്ട് ഇതാ ഇവിടെ എനിക്ക് 3 ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലിപ്പോ തൽക്കാലം 5 എടുത്തു, 5 കിട്ടി. ഇനി എന്തെങ്കിലും ബാക്കി 6 ഉണ്ട്, 0 ഉണ്ട്. അതായത് 2 പേർക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഞാൻ മുകളിൽ എഴുതി. അതിൽ ഞാൻ തൽക്കാലം 0 എടുത്തു, 0 വെട്ടി. ഇനി എന്തെങ്കിലും ബാക്കി ആര് മാത്രം? 6 മാത്രം. അതായത് ഇനി ഒരാൾക്കേ ചാൻസ് ഉള്ളൂ. ആ ചാൻസ് ഞാൻ മുകളിൽ എഴുതി. അപ്പൊ എന്താണ് മക്കളെ? ആ 6 എഴുതി, 6 വെട്ടി. ഇനി എനിക്ക് കിട്ടിയ ചാൻസുകളെല്ലാം കൂടി ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 3 × 2 × 1 എത്രയാണ്? 3 × 3 9 ആണ്. 9 × 2 18. 18 × 1 18 തന്നെ. അപ്പൊ 0, 2, 5, 6 ഈ 4 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 4 അക്ക സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ 0, 1, 2 ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. ഈ റിലീവ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.